ഓക്കെ, നമുക്കത് കാണാം. കണ്ട് കിളി അപ്പൊ നമുക്ക് സംഭവം കാണാം, സാധനം കാണാം. ഞാൻ ഈ സാധനം ഓക്കെ. ഓക്കെ 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 കൗണ്ട് ഡൗൺ ടൈമായി കാണാം 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 കാണാം. ഞാൻ ഒരുപാട് പോസ്റ്റ് ആക്കുന്നില്ല, ഞാൻ എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് കാണാൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ കിടന്ന് സ്പാം ചെയ്യും. സോ നമുക്ക് വീഡിയോ കാണാം. TV പ്രൊഡക്ഷൻസ് പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പരിപാടി ഞാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. മ്യൂസിക് டைரக்டட் பை ஈகிள் கேமிங். ஒரு பறவை அது பேரு பருந்த, அந்த பருந்து கீழே 100 பசங்க ஒடி ஒளிஞ்சா மட்டும் வந்து தொடுவேன், அதை தடுக்க கூட யாரும் பத்தல. பட்ட வெட்டி பண்ணுறது பட்ட கள்ளம், பட்டையில் நிறந்தது பல விதம், அடி இடி தடா என்னும் தினம் அது கருஷிதம், தானே தானே சந்த கூட்டமே வட்டமிட்டு பிடிச்சொரு பருந்தி துணா, இடம் வலம் என்னும் നിരനിരയായി പല മുഖം, തലവെട്ടും കൂട്ടം അതിരടി വാൾപ്പയറ്റിനാട്ടം, എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും, തലവെട്ടും കൂട്ടം അതിരടി വാൾപ്പയറ്റിനാട്ടം, എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും. ഓ ഇവിടെ കൊമ്പൻ കൊലവിളി കണ്ടാലോടും, തലവെട്ടും കൂട്ടം അതിരടി വാൾപ്പയറ്റി. ഓ ഇവിടെ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടാണ് വരിയിൽ വരുന്നില്ലേ? TV എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും. കൊള്ളാം. വാച്ചിങ് 4th ടിക്കറ്റ് കൊള്ളാടാ. പാട്ട് കൊള്ളാം. ജോക്കി ബാബു ஒரு சீரும் புள்ளிய பார்த்து சும்மா சிரிச்சுக்கிட்டு மொத்தம் கூட்டம் வந்து நின்னாலே, அந்த கூட்டம் முடிவெடுத்த சும்மா சீர்க்கப்பட்டு மொத்தம் காடு மூடி வாழ்வேனே, இவளே நேரிடுவாள் ஆர் வருமோ காத்திடனோ, தீக்கனலோ பொள்ளிடுமோ தொட்டவனோ ബാക്കിയുണ്ടോ, പേരാ പേരാ പറിച്ചെടുക്കാൻ പാടാ, കൊള്ളാട്ടോ. ഇത് നിറച്ച പോക്ക വാക്ക തകർക്കുന്നിന്റെ കോട്ട, പറിച്ചെടുത്ത പേരാ പേരാ പറിച്ചെടുക്കാൻ പാടാ, ഇത് നിറച്ച പോക്ക വാക്ക തകർക്കുന്നിന്റെ കോട്ട, പട്ട വെട്ടി പണ്ട് തൊട്ട് പണ്ട കള്ളം, പട്ടയിൽ നിരന്നത് പല വിധം, അടി ഇടി തട എന്നെന്നും ദിനം അത് കലുഷിതം, താനെ താനെ സ്വന്ത കൂട്ടമേ. എനിക്കൊന്ന് ഇത് വാറും സോങ് സെപ്പറേറ്റ് ആയിട്ടാണ് ഗൈസ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലേക്ക് ഒരു മറ്റേ ടിവിയുടെ സോങ് എന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്, അതോ വാറ് മിക്സ് ആക്കിയിട്ടാണ് ഈ സോങ് വന്നിട്ടുള്ളത്? എനിക്കൊന്ന് സെപ്പറേറ്റ് ആണല്ലേ? എസ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വാറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വാറിന് വേണ്ടിയിട്ടുള്ള ഒരു സോങ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ട്. പക്ഷെ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. എനിക്കൊന്ന് അതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ ഇറ്റ്സ് എൻ ഇൻട്രോ എന്ന് പറയുന്നുണ്ട്, മിക്സ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ കാണാം. കൊള്ളാം. ഇടം വലം എന്നും നിരനിരയായി പല മുഖം, തലവെട്ടും ഇത് കൊള്ളടാ. ഓരോ പയ്യറ്റിനാട്ടം, TV കൊമ്പൻ കൊലവിളി കണ്ടാലോടും, തലവെട്ടും കൂട്ടം അതിരടി വാൾപ്പയറ്റിനാട്ടം, എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും, പറിച്ചെടുത്ത പേരാ പേരാ പറിച്ചെടുക്കാൻ പാടാ, ഇത് നിറച്ച പോക്ക വാക്ക തകർക്കുന്നിന്റെ കോട്ട, പറിച്ചെടുത്ത പേരാ പേരാ പറിച്ചെടുക്കാൻ പാടാ, ഇത് നിറച്ച പോക്ക വാക്ക തകർക്കുന്നിന്റെ കോട്ട. തപ്പിട് ആവാം അതുപോലെ വീഡിയോ സൗണ്ട് ക്വാളിറ്റി കുറഞ്ഞ പോലെ ക്വാളിറ്റി വല്ല പറഞ്ഞില്ലല്ലോ. സൗണ്ട് ക്വാളിറ്റി സൗണ്ടൊക്കെ ഉണ്ടല്ലോ. മേക്ക് ഷുവർ യുവർ 18+. ഇവിടെ ആരെങ്കിലും 18+ ഉള്ളവരുണ്ടോടാ? മേക്ക് ഷുവർ യുവർ 18+ എന്ന് പറയുന്നുണ്ട്. 18- ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോവുക.
18+. ശരിക്കും ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളെ പോലും ഉപദ്രവിക്കാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാനും വന്നിട്ടില്ല. എല്ലാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിറ്റുവേഷൻ എടുക്കരുത്, MRC ആയിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട വേണ്ട. നമുക്കിപ്പോ ആവശ്യത്തിന് കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അവരൊന്നും ഇവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുക്കുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ട് ഇവന്മാരിങ്ങനെ അമ്പി കളിക്കരുത്, അതാ ഞങ്ങൾക്ക് പറയുള്ളൂ. അമ്പി കളിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പിള്ളേർക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എങ്ങനെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് വെക്കണം എന്ന് ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ട്. ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, അടിക്കേണ്ട ആവശ്യം. എന്താ പറഞ്ഞ അമ്പത്തൂരിന്റെ ഞാൻ പറയണ കാര്യം മനസ്സിലാക്കണം. ഇവരിവിടുത്തെ കാര്യങ്ങളിലേക്കൊന്ന് അഡാപ്റ്റീവായി വരുന്നതേ ഉള്ളൂ. ഇതിന്റെ പേരിൽ സംസാരിച്ച് വഷളാക്കാൻ പോകണ്ട. എന്തായാലും സോറി ബ്രോ, എക്സ്ട്രീംലി സോറി. ഞാൻ വിട്ടണ്ണ, ഇവർക്ക് ഇവരുമായിട്ട് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞാൻ രണ്ടീന്ന് പറഞ്ഞു, അപ്പൊ ഇവനിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു, മനസ്സിലായോ? അതെനിക്കും തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ ലീഡറിനോട് ലീഡറിനോട് പറയാനുള്ള ധൈര്യം വേണം. നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് താങ്ങി നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളാണെന്ന് അറിഞ്ഞിട്ട് നമ്മളത് മാന്യമാരിയായിട്ടല്ലേ നിങ്ങളോട് സംസാരിക്കുന്നേ. അമ്പി അവന്റെ തന്ത കൺവേർട്ട് അടിക്കുന്നേ. നമ്മൾ കറന്റ് സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ ആണെങ്കിൽ വള്ളി പിടിച്ചടക്കുന്നേ. ആര് പള്ളി പിടിച്ചു ബ്രോ? നമ്മൾ എന്ത് ന്യായീകരണമാണ്? നമ്മൾ വന്ന കാർ എടുത്തോണ്ട് ചാടി കയറുന്നത് പോയി, എന്നിട്ട് മാന്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞ് വണ്ടി ഇടിച്ച് ഇട്ടിട്ട് പോയിട്ട് പിന്നെ എങ്ങനെയാണ് ഇതല്ലെന്ന് പറയണേ? അവസാനം വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മളോട് പറയരുത് നമ്മളാണ് സിറ്റുവേഷൻ എടുക്കണം, നമ്മൾ ഹേറ്റ് ഉണ്ടാക്കണം, നമ്മൾ അങ്ങോട്ട് പോകുന്നു, അറ്റൻഷൻ കേവിയോ ആരോ ആയിക്കോട്ടെ, ആരുടെ സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സിറ്റുവേഷൻ എടുക്കുന്നവന്മാരോട് ചോദിക്കണം, നിങ്ങൾക്കിത് സോൾവ് ചെയ്യണോ, നിങ്ങൾക്കിത് ഇതാക്കണോ എന്ന്. അല്ലെങ്കിൽ അവന്മാർ നാളെ നിങ്ങൾക്ക് ഇതിൽ തിരിയും. 100% ഞാൻ ഉറപ്പ് പറയാം. ഷേക്കാൻ മാക്കെ നിങ്ങൾക്ക് ഇതല്ലേ ആയും തൊട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. എനിക്ക് ഇത്രയും നാള് മറ്റേ HF ഇവിടെ മുഞ്ചി തെറ്റി നടന്ന തിട്ടങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കുറെ എണ്ണം അവന് ക്ലിയർ ആയിട്ട് അറിയാം അത് TV ആണെന്ന്. ഒരു സംശയമില്ല. ഇതിന്റെ അപ്പുറത്ത് വേഴ്സ് ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷിച്ച ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്കത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. ഞാൻ എത്രയും ദിവസം ഇവരുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പിടിച്ചു നിർത്തത്തില്ല കോച്ച്, ഇവരെ ആരെയും ഞാൻ പിടിച്ചു നിർത്തത്തില്ല. ഇത് സിറ്റുവേഷൻ ആക്കി കണ്ടിന്യൂ ചെയ്തോളൂ. വീഡിയോ പോസാക്കി ഇതെന്താ സ്റ്റെക്ക്? വീഡിയോ പോസാക്കി റിയാക്ട് ആക്കി പറയണേ ആ പോർഷൻ ഈഗിൾ അതോ സ്റ്റെക്ക് എന്നോ? സ്റ്റെക്ക് ഉണ്ടോ ഗൈസ്? സ്റ്റെക്ക് ഉണ്ടോ ഗൈസ്? വീഡിയോ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? ഓ മറ്റേ ഇതില്ലേ? ഓക്കെ, എനിക്ക് മനസ്സിലായി. എനിക്കൊന്ന് ഈഗിളിന്റെ മറ്റേ ഫേസ് ക്യാം ഈഗിളിൽ പറയണതും എന്റെ ഫേസ് ക്യാം രണ്ടും സെയിം പൊസിഷനാണ് തോന്നുന്നത്. അതായിരിക്കാം മേ ബി ഇത് വരുന്നത്. ക്വാളിറ്റി കുറവുള്ള പോലെ ഇത് ഒന്നുമില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇല്ലല്ലോ, ഇല്ല, അത് റിയാക്ട് ആക്കി ചെയ്യുന്ന പോർഷനാണ്. ഇല്ലല്ലോ, ക്യാം റൈറ്റ് ബോട്ടം. ഞാൻ ക്യാം പൊസിഷൻ മാറ്റുന്ന അതായിരിക്കും ബെറ്റർ. എനിക്കൊന്ന് ഈഗിള് റിയാക്ട് ആക്കുന്ന ആ ഒരു ഇതും എൻ്റെ ഇതും സെയിം പൊസിഷൻ ആയതുകൊണ്ട് മേ ബി കാണാത്തായിരിക്കാം. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ അല്ലേ? സൗണ്ട് ക്വാളിറ്റി ഇല്ലോ? എടാ, ഇന്ത്യയിൽ ഉള്ള സൗണ്ട് അല്ലേ കൂട്ടാൻ പറ്റുള്ളൂ. എൻ്റെ ഇത്ര സൗണ്ട് ഉള്ളത്. ഓക്കെ, സെറ്റ്. സംഭവം ബോട്ടം വേണ്ട. എടാ, ബോട്ടം വേണ്ടേ? ഇൻട്രോ എല്ലാം സെറ്റാണ്. ടൈറ്റിൽ തീം എനിക്ക് കണ്ടപ്പോൾ പറഞ്ഞടാ, എനിക്ക് ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, അത് ഇനി എൻ്റെ മണ്ടത്തിനാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, മറ്റേ ബാഹുബലി സിനിമയിൽ മറ്റേ ബാഹുബലിനെ കൊന്നിട്ട് ഇങ്ങനെ പോണ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതുപോലല്ലേ മറ്റേ ആ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ മറ്റേ കട്ടപ്പ മറ്റേ കുത്താ വരുന്നത് അതിൻ്റെ ഒരു ഇതുപോലല്ലേ. ഞാൻ പെട്ടെന്ന് അതിൻ്റെ എന്തെങ്കിലും റെഫറൻസ് എന്തെങ്കിലാണോ വിചാരിച്ച് ചെറിയൊരു കട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് അതിൻ്റെ എന്തെങ്കിലും ഒരു റെഫറൻസോ അതിൻ്റെ എന്തെങ്കിലും ഒരു
എന്തിനാണ് അത് ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം എന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ ആണോ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ഒരു മലയുടെ ആ ഒരു ഇതും. SXC cinematics presents. Directed by Evil Gaming. TVA production. നായാട്ട്, ദ റിയൽ ഹണ്ടേഴ്സ്. ഇത് കറക്റ്റ് മറ്റൊരു ഒരു മൂവിയുടെ ഒക്കെ പടം തുടങ്ങുന്നതിന് മുന്നുള്ള ഒരു ഇൻട്രഡക്ഷന്റെ കറക്റ്റ് ഇല്ലേ. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഹെഡ്ഫോൺ ഉണ്ട്. പേരെന്തായിരുന്നു? ബ്രോക്കൺ. ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ എന്ന് അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ. ഓ ബ്രോ, പണ്ട് ചെവിക്ക് പ്രശ്നമില്ല. ചെവി പണ്ട് വരെ അടികൊണ്ടിട്ട് പ്രശ്നമായിരിക്കും. അല്ലല്ല വിടു നിങ്ങൾ പറ. ബ്രോക്കനായിരിക്കും ബ്രോ, അറിയത്തില്ല. ചോദിച്ചല്ലേ ഉള്ളൂ. അത് അറിയത്തില്ല, പണ്ടത്തെ ബ്രോക്കൺ ബ്രോക്കൺ ആണോന്ന് അറിയത്തില്ല. അതെ, നമ്മള് പണ്ട് ടീച്ചറിൽ കുറെ അടികൊണ്ട ബ്രോക്കൺ ഞാൻ ചോദിച്ചത്. പേരെന്താ ബ്രോന്റെ പേരെന്താ? എന്റെ ലോല എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ കാണാ. എന്നെ ബെല്ലാരിൽ എപ്പ അടിച്ച് നീ എന്നെ നിന്റെ സാമാനം അടി കൊണ്ട് കല്ലിച്ചിരിക്കല്ലോ നീ. അടി വാങ്ങി കല്ലിച്ചിരിക്കല്ലോ നീ. ലോലോട് പറയണേ, മൂട്ടിലത്തെ ഷോപ്പ് മാറാത്തമാരൊക്കെ ഒന്ന് കുണയ്ക്കുന്നു. ഈ 3 മാസത്തിനുള്ളിൽ 5 പ്രാവശ്യം അടിയുണ്ട്. പൊട്ടാന്ന് ഇവിടെ നമുക്ക് ആ സാധനം ഉള്ളതുകൊണ്ട് നിന്റെ മറ്റേ ബ്രോക്കർ എന്ന് പറഞ്ഞ തന്നെ സാമാനം 5 പ്രാവശ്യം അടിച്ച് പൊളിച്ചോണ്ടാണ് അവൻ അവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പിന്നെ MRP കയറി. മണിയൊക്കെ ഇപ്പൊ അടിച്ച് പൊട്ടിക്കും. അവൻ വന്ന് മറ്റേ മുട്ടയും കൊണ്ടടിച്ച് നമ്മൾ നോക്കിക്കണെന്ന് എന്താ? ഇത് ഞങ്ങളുടെ കൺസേൺ ചെയ്ത കാര്യമില്ല. ഞങ്ങൾ ഗ്യാങ് മനസ്സിലായി. ഞങ്ങളെ വന്ന് കുറച്ച് ഞങ്ങൾ തരിയെടുത്തേ ഉള്ളൂ. ഇവര് ഈ സിറ്റുവേഷനിൽ നിന്ന് മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയണം. ഞാൻ പിന്നെ ഒന്നും ചെയ്യല്ല. അത് ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ട് 2 മെമ്പേഴ്സ് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടിരിക്കണം. നമുക്കറിയാം. നമുക്കറിയാം. കണ്ടെത്തിയിട്ടാണ് പട്ടി അടിയളിയാ. വിഷയമാണോ? അടിയളിയാ. ഇത് വിശ്വാസ് പ്രൈമിലെ എന്റെ അമ്മോ. ഇതില് മറ്റേ നീലന്റെ സ്വാഗ് വിഷയോ എന്റെ അമ്മോ. ജാതി കേറി നിക്കുവായിരുന്നല്ലോ. ഇപ്പൊ എന്താ WL ഒന്നും കാണാത്തെ? അമ്പിക്കുട്ടാടാ പറഞ്ഞല്ലേ അമ്പിക്കുട്ട എണീക്കൂ.
നിന്നെ മുട്ട കഴിക്കും ഞാൻ ഇന്ന്. നിന്നെ ഞാൻ ഇന്ന് മുട്ട കഴിച്ചിട്ട് ഞാൻ ഇവിടെ തൊടാ നിന്നെ. കപ്പൂസും കഴിയും മനസ്സിലായോ? മുട്ട നിനക്കുള്ള തരാം, നിനക്കുള്ള ഈ നല്ല സിനിമയില് മാത്രമല്ല മുട്ട കഴിക്കത്തുള്ളൂ. നിന്നെ ഞാൻ മുട്ട കഴിച്ചിട്ട് ഇവിടെ തൊടാ നിന്നെ. നീ നോക്കിക്കോ. എന്താ ഇത്? ടോയ്ലറ്റ് ക്ലീൻ ഇതെന്താ ഇത്? നോക്കിക്കോ. ഓ മറ്റേതില്ല എന്റെ ക്ലീനറിന്റെ ഇതില് സുഡ്കെറ്റ് പ്ലോച്ച് ഐഡന്റി കാർഡ് ക്ലീനർ ഫെഡറേഷൻ എക്സലൻറ്റിസ് ടോയ്ലറ്റ് ഗ്യാങ് ഹൗസ് ഗ്യാങ് 2 year experience and winner of fastest toilet cleaner award അമ്പി ഫാൽക്കൺ വണ്ടിയിൽ പാമ്പ് കടന്നു പോ വേറെ ഒരാളുടെ സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യം വീട് വണ്ടിയിൽ പാമ്പ് കടന്നു പോ ഓ ഇത് കറക്റ്റ് മറ്റേ ട്രാൻസിഷൻ നൈസ് ആയിട്ടുണ്ടല്ലേ മനസ്സിലാവാത്തൊരു ഇത് മറ്റേ സിനിമാറ്റിക് എന്നുള്ള ഒരു ട്രാൻസിഷൻ അല്ലേ ഈ സംഭവം ഇവിടെ. ഓ ഇത് നൈസ് ആയിട്ട് ഞാൻ ഇതാ പെട്ടെന്ന് ഇതാക്കി മറ്റേ ഗെയിം പ്ലേയുടെ സീനാണോ അതോ സിനിമാറ്റിക് ആണോ എന്നൊക്കെ പെട്ടെന്ന് മറ്റേ കൺഫ്യൂഷൻ ആയി പോയി. അത് നൈസ് ആയിട്ട് ഈ ഒരു ഫ്രെയിം ഇത് നൈസ് ആയിട്ട് ഈ ഒരു ട്രാൻസിഷൻ കറക്റ്റ് സിനിമാറ്റിക് അറിയുന്നില്ല പക്ക സ്മൂത്ത് ആയിട്ട് ആ ഒരു ഫ്ലോ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത്. അതിനെങ്ങനെ ഊരി വിട്ടോണ്ടിരിക്കല്ലേ പിന്നെ എങ്ങനെ നീ വല്ല നമ്മളെന്തായാലും ഇറങ്ങിത്തരാം ഇവിടെ എന്തിന് എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എന്നോട് ഇങ്ങനെ ചെയ്തു നിനക്ക് ശിക്ഷ എ ക്ലാസ് തല്ലുള്ളി പറയാതിരിക്കാൻ വയ്യ. സിറ്റിയിലെ അബ്ബാസാണ് നീ പഠിച്ചറിഞ്ഞല്ലേ? തല്ലല്ലേ മാത്രം പിന്നെന്താ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാ KV TV പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളത്. പിന്നെ ഇവിടെ വരുന്നാണ്ട് നമ്മളത് മാക്സിമം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു സ്ലോ ഇൻജക്റ്റിംഗ് ടൈപ്പ് ഓഫ് പരിപാടികൾ വേണ്ട. ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇത് മറ്റേ ഇതിലുണ്ടോ ഇത് ഇതില് ചെയ്ത് മറ്റേ ഉണ്ണിയമ്മേ കുമ്പടി വന്നു. MRC വേഴ്സസ് TVA. ടാങ്ക് പൊട്ടിച്ചെത്തണം ഒരാ കുറെ പേര്. ഹൈഗ്രൗണ്ട് വിട്ട് കളിക്കണ്ട. അവന്മാര് വാറൊക്കെ ഒന്ന് ജയിച്ചോട്ടെ. അവരെ കൊണയൊന്നും ആയിരിക്കില്ല. അടുത്ത വാറിന് സംഭവം കൂടെ ഒന്നാണ് കൊണക്കാത്തത്. അത് റെസ്പെക്റ്റും പറയൊന്നുമല്ല, അത് നിങ്ങളുടെ തോന്നല. മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടായിട്ടുള്ളൂ 2.5 മാസം. അത് ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ കുറച്ച് കൂടി പോകും. അതുകൊണ്ട് എനിക്ക് ഈ 2.5 മാസത്തിന്റെ കണക്ക് ഇപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് സ്റ്റിൽ. കാരണം അവിടെ കളിക്കുന്നത് എല്ലാവരും ഒരു 4-5 കൊല്ലമായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അത് മെയിൻ വാറിൽ കളിക്കുന്നവർ അതിൽ 2.5 മാസമായിട്ട് കളിക്കുന്ന ഒരാൾ പോലും ആ മെയിൻ വാറിലില്ല. പിന്നെ എങ്ങനെയാണ് 2.5 മാസത്തെ കണക്കുള്ളത്? പിന്നെ ടീം കോർഡിനേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ സെയിം ഓപ്പോസിറ്റ്. ഇപ്പോൾ KV ആണെങ്കിലും ഇപ്പോൾ TV ആണെങ്കിലും എല്ലാം പുതിയ റിക്രൂട്ട്സ് ആണ്, പുതിയ ആൾക്കാരാണ്. എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് ഇപ്പോഴും ഡൈജസ്റ്റ് ആവാത്ത സംഭവമാണ് ഈ 2.5 മാസത്തെ കണക്ക്.
ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ജോക്കി, ഇങ്ങനെ മൈൻഡ്ഫക്കായിട്ട് കളിച്ചിട്ട് തോറ്റോണ്ടിരിക്കും ജോക്കി. അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രഷറൂടെ വരും, എനിക്ക് പറ്റണല്ലോ അത്. മെയിനായിട്ട് ആദ്യമേ തന്നെ പറയാം, 12 പേരാണ് TV ഇപ്പം ഇറങ്ങിയേക്കുന്നത്. ആക്ച്വലി എടാ എല്ലാവരും ഒന്ന് റേഡിയോയിൽ റെസ്പോണ്ട് ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ ഇപ്പം? 4 പേരേ ഉള്ളു അവിടെ വെൽക്കം ചെയ്യാൻ. നിങ്ങളത് കണ്ടാണ്, എനിക്കത് കണ്ട വിഷമം വരണം. എനിക്ക് നല്ല വിഷമമായി, സത്യമായിട്ട് എനിക്ക് നല്ല വിഷമമായി, പറയാതിരിക്കാൻ വയ്യ, എനിക്ക് നല്ല വിഷമമായി. ഈഗോ എന്തിനു കാണിക്കണം? ഞാൻ ഇത്ര നാൾ കൂടെ വന്നടുത്ത് എന്തിനു ഈഗോ കാണിക്കണം? ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ വട്ടം ചെയ്യാൻ പറ്റില്ല അത്, ഇത് ഫുള്ള് അപ്പാപ്പിനെ സെറ്റ് ചെയ്തത്. ചന്ദ്ര പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്ര നാൾ ഇവിടെ കൊണ്ടുവരാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം അനിയനെ പോലെ നോക്കിയേനെ എന്ന് എന്നോട് പറഞ്ഞതിന്റെ അന്ന്. എടാ നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വരും. അല്ലാതെ പിന്നെ ആര്? കറക്റ്റാ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു മൊമെന്റ് ആണല്ലോ. ഇത് മറ്റേ വാഴ കണ്ട പോലെ മറ്റേ കോമഡി മാസം എല്ലാ പതിട്ട് പിന്നെ നമ്മളെ കരയിപ്പിക്കുന്നത്. ഞാൻ നിക്കണത് ഇപ്പൊ ഒരു ഗ്യാങ്ങിലല്ല, മനസ്സിലാക്കി. ഞാൻ നിക്കണ ഒരു ഫാമിലിയിലാണ്. എനിക്കിത് ഗ്യാങ് ആയിട്ട് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല, എനിക്കിതൊരു ഫാമിലി ആയിട്ട് തോന്നിയിരിക്കുന്നു. ഞാൻ ഇവിടെ കയറിയപ്പോ എനിക്ക് വന്ന മാറ്റവും കാരണം മുമ്പുണ്ടായ മാറ്റവും ഒക്കെ വേറെയാണ്. അപ്പൊ അതിപ്പോ പാസ്വേർഡിനെ ഇറക്കി വിടാണ്ടല്ലാണ്ട് ഞാൻ ഈ ഗ്യാങ്ങിൽ ഇതിന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ്. സോ വേറെ ക്യാരക്ടർ ഒന്നുമില്ല. ഐ വിൽ ബി കണ്ടിന്യൂയിങ് TV ആസ് പരന്തു വാസു ഇറ്റ് സെൽഫ്. കറന്റ് എന്തെങ്കിലും ഒരു ഡൗൺ ഉണ്ടെങ്കിൽ TVക്കകത്തുള്ള ആൾക്കാർ നോക്കിക്കോളാം. പുറത്തു നിന്ന ആൾക്കാരുടെ സഹായം എനിക്ക് വേണ്ട ദയവ് ചെയ്ത്. സോ എനിക്കത് താല്പര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മള് റെഡിയാ. അല്ല പിള്ളേരൊക്കെ ഇറങ്ങി അല്ല നിങ്ങളെ ഉണ്ട്, നമ്മുടെ എല്ലാവരും ഇറങ്ങി. ചന്ദ്ര അവര് ഇറങ്ങിയെന്ന് പറയുന്നത് നമ്മളാണ് തോറ്റത്. നമ്മുടെ ചോയ്സാണ് വാർ അടിക്കണോ വേണ്ടെന്നുള്ളത്. ഇന്നും കടിച്ച് തീർക്കാം. ഈ മൂടി തന്നെ പോയി അടിക്കണം. എന്നാ കേറിക്കോ. അത് കൊള്ളാനാണ്. പിന്നെന്തിനാ ഇവര് അക്സെപ്റ്റ് ഇട്ടേ? വാർ അക്സെപ്റ്റ് ചെയ്ത് ഇത്ര സമയത്തിലുള്ള റോക്ക് ഷൂട്ടി കയറണം എന്നൊക്കെ ഉണ്ട്. ഒന്ന് ദൈവത്തിന് വിളിക്കാം. നമ്മൾ നോക്കുന്നുണ്ട്. വാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂവിങ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിനെതിരെ ആക്ഷൻ വരും. അതില്ലേ 15 പേരല്ലേ? അവര് 20ന്റെ മുകളിലുള്ള ആളുണ്ടാ. നല്ല സ്പീഡിൽ പോണല്ലേ വണ്ടി? ഇന്റൻഷൻ എന്താണ് ഈ സിറ്റുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 2 സൈഡ് നോക്കണം. അതായത് ഇപ്പൊ ഡൗൺ ആയ ടീമാണ് ഇങ്ങനെ ഡിലേ ആക്കി കയറാണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലെന്ന് പറയുന്നത് ജയിച്ചിരിക്കുന്ന ടീമാണ് ഇങ്ങനെ കയറി പോയിട്ടുള്ളത്, ഇപ്പൊ ഇങ്ങനെ ഡിലേ ആയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ പറ്റത്തുള്ളൂ. ഇന്റൻഷണൽ ഊമ്പിയല്ല കളിച്ചിട്ട് പോടാ മൈരെ. തോറ്റാൽ ജയിച്ചാൽ കുഴപ്പമില്ല, കളിച്ചിട്ട് പോകാം. നമ്മളെല്ലാം ഇവിടുന്ന് കുത്തിയടിച്ച് ഈ കയറി അടിക്കുന്ന ടീം കയറി അടിക്കുന്ന നമ്മുടെ ബാക്ക് സൈഡിലുള്ളവരൊക്കെ പോയി ചോറി
ഡെസ്റ്റർ അവിടെ 4 പിക്ക് എടുത്തു. 4 ഡെസ്ട്രോ. പിക്ക് വീട്ടിലൊക്കെ ഉണ്ട്. ഒരു ഡെസ്റ്ററിന്റെ 5ാമത്തെ പിക്ക്. അവന് ഭ്രാന്താണ് ഒഴിഞ്ഞു. ചേച്ചോടെ ഉള്ളിലെടുത്തു. ഉള്ളിലെടുത്തതും വണ്ടി എടുത്ത് തിരിച്ചു പോയി. വണ്ടി കയറി ബാക്ക് സ്റ്റോപ്പ് കിട്ടും. പോയി ചാവണ കാണാൻ. ഫ്രണ്ട് അടിച്ചു കയറി. ഇല്ല, തിരിച്ച് മറിച്ചിട്ട് വീണ്ടും മലയിലേക്ക് വരുന്നുണ്ട്. ടി വി നല്ല രീതിക്ക് അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ ടാക്റ്റിക്കായിട്ട് കളിക്കുന്നവർ തിരിച്ച് ഇവർ മറ്റേ ഈ മലയുടെ ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവര് വണ്ടി അത് കുഴപ്പമില്ല, എന്റെ കൂടെ വാ. തിരിച്ച് ഞാൻ പറഞ്ഞേക്ക്, തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടാ, ഈ മാർക്ക് കാണുന്നുണ്ടോ? ആ, നമ്മൾ അങ്ങ് വരെ പോയിട്ട് എല്ലാ വണ്ടി അങ്ങ് വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. വാ. മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. പണിയല്ലടാ, സ്കിൽ ടോക്സ്. Question is, do they have the car? We have the driver. ഓടണം. ആ, ഓടട്ടെ. തിരിച്ച് കുത്തിക്കോ. ഞാൻ പറഞ്ഞത് കുത്തി അടിയാ. മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി തൊട്ടാ മതി. മണിയൊക്കെ നിന്റെ വീട്ടിൽ മനസ്സിലാടാ. ഞാൻ ചെയ്യുന്ന സീറ്റകളെ വണ്ടി ഇവിടെ കുത്തും. എന്ത് കട്ടാ ഈ ഓരോ കട്ടിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, മറ്റേ ടൈം സെക്കൻഡ് എത്രയാണ്? 0.1 സെക്കൻഡ്. ഓരോ കട്ടിന്റെ ഇടയിലുള്ള ടൈം ഗ്യാപ്പ്. മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി തൊട്ടാ മതി. മണിയൊക്കെ നിന്റെ വീട്ടിൽ മനസ്സിലാടാ. ഞാൻ ചെയ്യുന്ന സീറ്റകളെ വണ്ടി ഇവിടെ കുത്തും. മോനെ ടീവേനെ അടിക്കണം, അടിച്ചിരിക്കണം. ടിവിനെ അടിക്കണം. ഇവിടെ പുതിയതായിട്ട് വന്നതാണല്ലേ, അപ്പോ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാന്ന് വിചാരിക്കുന്നു. കൂടുതൽ അങ്ങോട്ട് വഹിക്കാണ്ട് അതങ്ങ് ഊരി വെച്ചാണ്ട് തുടങ്ങിയേക്കുക. സംഭവം உன் தம்பியோட தலை துண்டாயிடுச்சு. அடுத்தது உன் தலைதான். ഇവരുടെ ഇതില്ലേ, എനിക്കിത് ഇവിടെ മനസ്സിലാവാത്ത ഞാൻ സംഭവം. உன் தம்பியோட தலை துண்டாயிடுச்சு. அடுத்தது உன் தலைதான். ഇതാരാണ്? എനിക്കിത് മനസ്സിലായില്ല. ഇതാരാണ് ഈ ഒരു സംഭവം? ഷമീർ ആണോ? ഓക്കെ. ഇതോ ഇതാരാ? ദിസ് വൺ. നെക്സ്റ്റ് സീൻ ഷെയ്ക്ക് ആണോ? ഓക്കെ.
என்னதான் அடிச்சுக்கிட்டாலும் பிரச்சனைன்னு வந்துட்டா 2 பேரும் ஒன்று சேர்ந்துருவாங்க. ഞാനല്ലേ ഞാനെന്താ ഇവിടെ വിഷയം പറയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പൊ ആ സമയത്ത് ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പനാണ് മെയിനായിട്ട്. അപ്പൊ ലൈക്ക് നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഗ്യാങ് ആണ് TV എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. TV മാത്രമാണ് ആസ് ഓഫ് നോ ഇപ്പോൾ ബ്രദർഹുഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. இந்த அவதாரத்தை மட்டும்தான் பார்த்திருக்கேன். கடைசி அவதாரம் என்னன்னு தெரியுமா? கல்கி அவதாரம். ടൈമായി മറ്റേ മനസ്സിലായി. நீ படிச்ச ஸ்கூல்ல நான் ஹெட் மாஸ்டர்ரா. ട്രൈ ചെയ്യാം ആർക്കാണോ നമ്മളെ വീഴ്ത്താനായിട്ട്. നിങ്ങൾ തന്നെ മടുക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ. കാരണം നടക്കൂല. നോൺ ക്യാൻ റീപ്ലേസ് TV. நம்ம கண்ணு முன்னாடி வந்து நின்னாலும் நம்ம கெத்த மட்டும் விட்டு கொடுக்கவே கூடாது. എന്റെ അമ്മോ ഗൈസ്, SXC never disappoints, always with TV എന്ന് പറയാം. എന്റെ അമ്മോ ഗൈസ്, വിഷയോ ഗൈസ് ഒന്നും പറയല്ല. ഞാൻ ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ഞങ്ങൾ കണ്ടവരാണ്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അബ്സല്യൂട്ട് സിനിമ സത്യം ഒരു കരച്ചിലേ അറിയുന്നുണ്ട്. എടാ ഇത് സത്യം പറഞ്ഞാൽ കറക്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഉണ്ടല്ലോ മറ്റേ വാഴ സിനിമ കണ്ട ആ സെയിം ഫീൽ. ലൈക്ക് സ്റ്റാർട്ടിങ് ഇതേപോലെ മാസും കോമഡിയും എല്ലാം വന്നിട്ട് അതിൽ കൂടെ ഒരു ഒരു എന്താ പറയുക ഒരു ഹേർട്ട് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വാർ വീഡിയോ നിങ്ങൾ കളിക്കണം. വാർ വീഡിയോയിലാണ് അതേപോലെ നമ്മളെ ആ ഒരു ഹേർട്ട് ടച്ച് ചെയ്ത് നമുക്ക് ആ ഒരു ഫീൽ ആക്കിയിട്ട് ആ രീതിയിൽ കൊണ്ടുവന്നിട്ട് അത് തിരിച്ച് ബാക്ക് ടു ആക്ഷൻ എന്ന രീതിയിൽ ഇമോഷണൽ റോൾ കോസ്റ്റർ. സത്യം കറക്റ്റ് ആ ഒരു ഇതാണ് കണ്ടത്. അതേപോലെ കറക്റ്റ് ആ ഒരു വാഴ സെയിം ആ ഒരു ഇതിൽ ആ രീതിയിൽ അത് ഒരു പക്ക ഒരു സിനിമ പോലെ തന്നെ അത് കൊണ്ട് വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്ര മിനിറ്റ് ഇരുന്നാ വീഡിയോ? 25 മിനിറ്റ്. എത്ര മിനിറ്റ് ഇരുന്നടാ? സത്യം പറഞ്ഞാൽ അത്രയും സംഭവം അത് കൊണ്ട് നടന്നത് അല്ല കൊണ്ട് പോയത്. ഇത് ഞാൻ അപ്പുകൊട്ടെ ഷോട്ടക്സ് ഈ സാധനം ഇങ്ങനെ ഞാൻ ആസ് എൻ എഡിറ്റർ എന്ന രീതിയിൽ നമുക്കറിയാം ഈ ഒരു സാധനം ഇത്രയും ഇങ്ങനെ അത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കഷ്ടപ്പാടില്ല അതിൻ്റെ പിന്നിൽ എത്രത്തോളം നമ്മളിങ്ങനെ കാണുമ്പോൾ എല്ലാം ഒരു ഫ്ലോയിലങ്ങ് പോകും. ഇത് കറക്റ്റ് റീഅറേഞ്ച് ചെയ്ത് ഓർഡർ ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള മ്യൂസിക്കും BGM സൗണ്ട് എഫക്റ്റും ഇതെല്ലാം കയറ്റിയിട്ട് അതിങ്ങനെ കുക്ക് ചെയ്ത് സാധനങ്ങൾ കാണാൻ പറ്റുന്ന ഒരു പരുവുന്ന രീതിയിൽ ആ സാധനം എത്തിക്കേണ്ട ഒരു കഷ്ടപ്പാട് അതൊരു എഡിറ്റർക്ക് ലൈക്ക് ഒരു ഞാനും എഡിറ്റർ എന്ന രീതിയിൽ നമുക്കത് കാണുമ്പോൾ കറക്റ്റ് അത് മനസ്സിലാവും. എനിക്കതിൽ പല സീനുകളും ആ ഒരു നീലിൻ്റെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ഒരു ഗൂസ് ബമ്പ് അടുപ്പിച്ച ഒരു മൊമെന്റ് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ആ നീലിൻ്റെ ഒരു എൻട്രി ഉണ്ടല്ലോ മറ്റേ ആ ഒരു നടത്താം മറ്റേ ഇതിലെ മറ്റേ ഇനീഷ്യൽ സിറ്റുവേഷനിൽ അത് കിട്ടില്ല. അവിടെ തൊട്ട് തുടങ്ങിയതായിരുന്നു എൻ്റെ അമ്മോ. അത് ഒന്നുകൂടി സത്യമാണോ അത് എൻ്റെ അമ്മോ അത് അതെന്തോ ആ ഒരു സീൻ ഒരു പ്രത്യേക ഒരു വൈബ്. എനിക്കൊന്ന് ഈ ഒരു ഇപ്പം മൊത്തം കണ്ടതിൽ എനിക്ക് ആ ഒരു സീൻ ഒരു പ്രത്യേക ഒരു
ഒരു പ്രത്യേക ഒരു വൈബ്, ഒരു പ്രത്യേക ഒരു 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 എന്തോ എന്തോ ഒരു ഭംഗി, ഒരു വൈബ് ആ ഒരു സീൻ കാണാനുണ്ട്. അതൊരു വിഷയമായിരുന്നു. ഏതാ പറയുന്നുണ്ട്. അപ്പോളാ ഷൗട്ടക്സെ വിഷയം വീടാടാ, അടിപൊളി വിഷയം വീഡിയോ. ആ ലാപ്പ് മൊബൈൽ കൊടുത്തേണ്, അവൻ്റെ ലാപ്പ് ഷോകാണ്. അവൻ്റെ ലാപ്പ് ഷോകാണോ? അതാ എടാ അവൻ്റെ എനിക്കറിയില്ല ഇപ്പം എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ടായില്ല. ഇപ്പോൾ മേ ബി കുറേ വർക്ക് ചെയ്തല്ലേ, മേ ബി അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഈ സിനിമാറ്റിക്സ് ചെയ്യാൻ കുറേ കഷ്ടപ്പെട്ട് ലാപ്പ് ഫുൾ ഹാങ് ഇഷ്യൂ ഒക്കെ ആയിരുന്നു. മേ ബി അത് കുറേ കാലയിലടാ, കുറേ ടൈമായില്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ട്രൂ ഫോർ യു ഡിസേർവ്സ് എ മാക്ബുക്ക് ടു എഡിറ്റ്. എഡിറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എഡിറ്റിംഗ് പർപ്പസിന് ഞാൻ മാക്ബുക്ക് ഞാൻ യൂസ് ചെയ്താണ്.